കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1135 സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പിട്ട് എല്ലാ വൺ പീസിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ടോട്ടലി ഫുൾ ആയിട്ട് തന്നെ കാണാനും ശ്രമിക്കുക. സോ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ബോണി ചോപ്പറും കൂടെ ഒരു ബുക്കിന്റെ മേളിലിരിക്കുകയാണ്. അവർ അതിന്റെ മേളിൽ ഇരുന്നിട്ട് തന്നെ അവർ വളരെയധികം ചെറുതാണ്. ബോണി പറയുന്നുണ്ട്, ഈ ലെറ്ററൊക്കെ എന്ത് വലുതാണെന്ന് നോക്കിയേ, ഇതൊന്നും മാത്രം കഷ്ടപ്പെട്ടാണ് ഈ ബുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇത് കേൾക്കുന്ന നമ്മുടെ സോളി ചേർത്ത് അടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവനെ കണ്ടോ, അവനാണ് ഇവിടുത്തെ ലൈബ്രറി മാസ്റ്റർ ബിബിലോട്ട്. എല്ലാരും പറയുന്നത് കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ അവന്റെ ടെറിട്ടറിയുടെ അകത്ത് വരുന്ന എല്ലാ ബുക്സും അവനാണ് വലുതാക്കി എടുക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ കൊണ്ടുനടക്കുന്ന ആ പക്ഷികളില്ലേ, അതൊക്കെ വേൾഡ് ഗവൺമെന്റ് പാർട്ടാണ്. അതുമല്ല നമ്മുടെ എൽബഫ് വേൾഡ് ഗവൺമെന്റ് പാർട്ട് അല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ന്യൂസ് ഒന്നും ഇവിടേക്ക് കൊണ്ടുവരാറില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫിഷ്മെൻസ് ആണ് ചെറിയ ചെറിയ പീസ് ഓഫ് ആർട്ടിക്കിൾസ് ഒക്കെ കൊണ്ടുവരുന്നത്. വെഗാപ്പ പറയുകയും ചെയ്യും, ഈ ഒരു അവള് റിയർ ഫ്രൂട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല കിങ്ഡം ഓഫ് എൽബഫിന് ഇത് പറ്റിയൊരു ഡെവൽ ഫ്രൂട്ട് കൂടിയാണ്. റോബിന്റെ അടുത്ത് നമ്മുടെ ചോപ്പർ ചോദിക്കുന്നുണ്ട്, റോബിനെ ഇവിടെ മെഡിക്കൽ ബുക്സ് ഒക്കെ കാണുക. പുള്ളിക്കാരി പറയുകയും ചെയ്യും, എന്റെ അറിവിൽ 2-3 ഉണ്ട്, പക്ഷെ അതൊക്കെ ഇച്ചിരി ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ഉള്ള ബുക്സ് ആണ്. ഇന്ത്യയിലും കുറച്ചൊക്കെ ഉണ്ട് നമ്മുടെ സോള് പറയുകയും ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് എൽബഫിലെ ബുക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഭയങ്കര വലുതായതുകൊണ്ട് അത് ചെറുതാക്കാൻ മാർഗ്ഗമൊന്നുമില്ല. ഇതേ സമയത്ത് നമ്മുടെ ലൂഫി ഉസപ്പും കൂടെ 2 ജയന്റ് കുരുപ്പുകളെ ഒരു ഊഞ്ഞാലിൽ കയറ്റി അവർ ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ ജയന്റ് പിള്ളേരായിട്ടൊക്കെ ഒന്ന് കരയുന്നുണ്ട്. നമ്മുടെ ലൂഫി ആയിട്ട് അത് നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇത്രയും വലിയ ഊഞ്ഞാലൊക്കെ ആദ്യമായിട്ടാണ് ആടുന്നത്. പക്ഷെ പെട്ടെന്ന് നാമ അവിടേക്ക് വന്ന് ലൂഫിക്കിട്ട് ഉസോപ്പിന് കിട്ടും നല്ല വീക്ക് കൊടുക്കും. നിനക്കൊന്ന് കണ്ണ് കാണാൻ പറ്റില്ല, നീയൊക്കെ പിള്ളേരെ പേടിപ്പിക്കാനെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരെ വഴക്ക് പറയാണ്. ലൂഫിയൊക്കെ അപ്പൊ സോറിയും പറയുന്നുണ്ട്. പക്ഷെ ലൂഫിക്ക് അത് അത്രക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവർ വാരിയേഴ്സ് ആണല്ലോ, ഫ്യൂച്ചറിലെ വാരിയേഴ്സ്. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ നേരെ പോകാൻ നേരത്ത് സാഞ്ചിയും പറയുന്നുണ്ട്, പിള്ളേരല്ലേ വിട്ട് കളയാം. പക്ഷെ നാമിയായിട്ടുള്ള ഇരിപ്പ് കാണാൻ നേരത്ത് നമ്മുടെ സാഞ്ചിക്ക് മനസ്സിലായി എല്ലാം തന്നെ തല തെറിച്ച ടീമാണെന്ന്. ലൂഫി മനസ്സിൽ കണ്ടൊരു സ്ഥലമല്ലായിരുന്നു നമ്മുടെ എൽബഫ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വളരെ സങ്കടമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉസോപ്പ് പറയും ചെയ്യും, സത്യം പറഞ്ഞ എൽബഫ് ഇത്ര പീസ്ഫുൾ ആയിരിക്കണം നല്ലതാണ്, എങ്കിലും എവിടെയോ എനിക്കൊരു സങ്കടമുണ്ട്. എന്നാൽ അപ്പൊ തന്നെ ലൂഫിനെ ഒരു പയ്യൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഡോഡ്ജ് ചെയ്ത് മാറുകയും ചെയ്യും. രണ്ടാമത് അറ്റാക്ക് ചെയ്യുന്ന നേരത്ത് ലൂഫി അത് ഡോഡ്ജ് ചെയ്തില്ല, പകരം ആ സോഡ് തന്നെ അങ്ങോട്ട് ഇടിച്ച് പൊട്ടിച്ച് കളയും. പിന്നെ വേറെ ഒന്നും തന്നെ ആലോചിക്കാതെ ലൂഫി പുള്ളിക്കാരന്റെ ഗിയർ 3 ആ എലിഫന്റ് ഗൺ യൂസ് ചെയ്ത് ആ പയ്യനെ അറ്റാക്ക് ചെയ്യും. എടാ പൊട്ടാ ലൂഫി, നീ ഓവർ ആക്കലിൽ നമ്മുടെ ഉസോപ്പ് കിടന്ന് കാണുന്നുണ്ട്. ലൂഫി അപ്പൊ പറയുന്നുണ്ട്, ഞാൻ അവനെ മേത്ത് പോലും കൊള്ളിച്ചില്ലല്ലോ, അതല്ല ഇവിടുത്തെ പോയിന്റ്, നീ വേറെ ആവശ്യമില്ലാത്ത വള്ളി എന്നുള്ളത് തല കയറ്റി വെച്ചേക്കല്ലേ. എന്നിട്ട് ലൂഫി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, കാരണം നിന്റെയൊക്കെ കൂടെ നട്ടിലുള്ള ഒരുത്തിനെങ്കിലും ഉണ്ടല്ലോ. ബാക്കിയുള്ള പിള്ളേർക്ക് ലൂഫി പറഞ്ഞ കാര്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് ഈ വയലൻസിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ നേരത്തെ ലൂഫി അറ്റാക്ക് ചെയ്തൊരു പയ്യനില്ലേ, അവൻ പെട്ടെന്ന് തന്നെ ലൂഫിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു എംബറല്ലേ, എനിക്കറിയാം നിന്റെ പവേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ ലൂഫിനെ കുറ്റം പറയാൻ നോക്കാൻ നേരത്തെ അറ്റാക്ക് ചെയ്ത ആ പയ്യനുണ്ടല്ലോ, അവൻ ലൂഫിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. കോളോൺ, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, പക്ഷെ നീ ഇപ്പൊ ചെയ്ത അറ്റാക്ക് അത് സോളിഡ് ആയിരുന്നു, അതെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിച്ചുകൊണ്ട് ആ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ മത്തോസർ അമ്മക്ക് വേണ്ടിയുള്ള എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ബാസ്ക്കറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്യും. നേരത്തെ ലൂഫിയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പയ്യൻ ബാസ്ക്കറ്റ് ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നല്ലോ, ആ പയ്യനാണ് ഈ കൊള്ളാം. സാഞ്ച് കാട്ടെ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഒരാളെങ്കിലും മര്യാദക്ക് പണ്ടത്തെ വഴിയൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളതെന്ന് ഓർത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാവോ എന്റെ അച്ഛനൊരു മനുഷ്യനായിരുന്നു, പണ്ടത്തെ ഒരു പയറ്റ് കൂടിയായിരുന്നു. ആരും തന്നെ എന്റെ അച്ഛന് പേടിയില്ലായിരുന്നു. ഞങ്ങൾ എൽബഫിലെ വാരിയേഴ്സിനെ പോലും എന്റെ അച്ഛന് പേടിയില്ല. സാഞ്ച് കാട്ടെ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. ഒരു ജയന്റിന്റെ ഭർത്താവ് മനുഷ്യനാണെന്നും ചോദിച്ചുകൊണ്ട്. അതെ, അവനാകട്ടെ എന്നെക്കാട്ടെ ഇള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാരേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻഫോർമൽ ആയിട്ടാണ് നിർത്തിയത്. കാരണം ഇത് ഒഫീഷ്യൽ ആയി കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക വിയേർഡല്ലേ. അങ്ങനെ ലൂഫി നമ്മുടെ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരനും ഈ ലൈബ്രറി ഒക്കെ കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയ ബുക്സ്, ഇത്രയും വലിയ ലൈബ്രറി ഒക്കെ ലൂഫി ആദ്യമായിട്ടാണ് കാണുന്നത്. ലൂഫി, എനിക്ക് സോളോ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് ഞാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാവരും പോകും. സോളോ ഇപ്പൊ പറയുന്നുണ്ട്, പാർട്ടി മിസ് ചെയ്യുന്നോർത്ത് നീ പേടിക്കേണ്ട റോബിനെ, അവരുടെ പാർട്ടി ഇന്നൊന്നും തീർത്തുന്നില്ല, അത് 3 ദിവസം നിർത്താതെ ചെയ്യുന്ന പാർട്ടിയാണ്. നമ്മുടെ ചോപ്പർ റോബിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ വേഗഭംഗം പറയുന്നുണ്ട്, എന്നെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം, ഞാനും കുറച്ച് ബിസിയാണ്, വേറൊന്നുമില്ല, ഇവിടെ ഒരു ലാബ് സെറ്റ് ചെയ്യണ്ടേ, എന്റെ പെർമിറ്റ് ഒക്കെ എടുക്കണ്ടേ, അതിന് വേണ്ടിയാണ്. ഫ്രാങ്കി വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്. കാരണം പുള്ളിക്കാരൻ ഒരു ബിസിനസ് ഉണ്ട്. സംഭവം വേറൊന്നുമില്ല, ഈ ആഡം ട്രീ ഇല്ലേ, അത് ഈ കിങ്ഡത്തിലാണ് ഏറ്റവും വലുതുള്ളത്. അത് വെച്ചാണ് പുള്ളിക്കാരൻ സണ്ണിയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രാങ്കി പോകുമെന്ന് പറയുവാണ്. ലൂഫി ആട്ടെ അത് സമ്മതിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വന്നേക്ക്, ഞാൻ എന്തായാലും പോകുവാണ്, ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, കാരണം ലൂഫിക്ക് നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്. എന്നാൽ ഗർഡ് അപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് എനിക്കൊരു സാധനം നിങ്ങൾക്ക് തരാനുണ്ടെന്ന് പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്രോക്കിന്, റോബിനും, ഫ്രാങ്കിക്കും, ജിംബയ്ക്കും പറ്റിയ എന്താ പറയാ നമ്മുടെ എൽബഫിലെ ക്ലോത്ത്സ് ആണ്. എല്ലാരും കാണാൻ കിടിലമായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലൂഫിയും ഗർഡും കൊളോണും എല്ലാരും കൂടെ ഒരു വള്ളത്തെ കയറി നേരെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. എന്നിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ 2 മിസ്റ്റീരിയസ് ആയ ക്യാരക്ടേഴ്സ് വന്നൊരു കാസിലെ അവിടേക്ക് പോകുവാണ്. അവിടെ ആട്ടെ 2 ജൈൻസുമായിട്ട് അവർ കണ്ടുമുട്ടുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്ട്രോ ഹാറ്റ്സിന്റെ കൂട്ടത്തിലുള്ളതാണെന്നൊക്കെ. അപ്പോൾ ആട്ടെ ആ ഫീമെയിൽ ക്യാരക്ടർ പറയുകയും ചെയ്യും, ഞങ്ങൾ എവിടേക്ക് വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അത് ലോക്കി എന്ന് പറയുന്ന ഒരാളെ തേടിയാണ്. നിങ്ങൾക്ക് അറിയാവോ അവൻ എവിടെയാണെന്ന്? ലോക്കിയോ? അവനെ പോലെ ഒരു ക്രിമിനലിനെ എന്തിനാണ് നിങ്ങൾ കാണുന്നത്? അവനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ ഈ നാടിനോടും ഞങ്ങളോടും ചെയ്ത പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാമല്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും
അവനിരിക്കുന്ന സ്ഥലം പറഞ്ഞു തരത്തില്ല. ഇത് കേൾക്കാൻ നേരത്ത് ആ 2 ക്യാരക്ടേഴ്സിൽ ഒരാൾ ആരാന്നും കാണിക്കുന്നില്ല എങ്കിലും ഒരാൾ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാൻ നേരത്ത് തന്നെ അതിനകത്ത് ബോഗ് എന്ന് പറയുന്നൊരു ജയന്റ് ഉണ്ട്. പുള്ളിക്കാരൻ താഴത്തേക്ക് വീഴുവാണ്. നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ വേദനിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മനസ്സിലായോ എന്നോട് റൂഡായിട്ട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറയുവാണ്, ഇതെന്റെ ഓർഡറാണ്. അവൻ എവിടെയാന്നുള്ളത് മര്യാദക്ക് എന്നോട് പറഞ്ഞോളൂ. അതേസമയം നമ്മുടെ വെസ്റ്റ് വില്ലേജിലാട്ടെ എല്ലാവരും അടിച്ചു പൊളിക്കുവാണ്. നമ്മുടെ ലൂഫി ഉസപ്പൊക്കെ വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്. കാരണം അവർ വർഷങ്ങളുടെ കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് എല്ലാവർക്കും ഒരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കുവാണ്. വലിയൊരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഒരു പാർട്ടി ചെയ്യുന്ന സ്ഥലത്തേക്ക് മറ്റൊരു വള്ളം വരുന്നുണ്ട്. അതിൻ്റെ അകത്തായിട്ട് ഒരു വലിയ ജയന്റ് ഇരിപ്പുണ്ട്. പെട്ടെന്ന് ലൂഫി ഒരു ജയന്റ് എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ആ സബോർഡിൽ വെച്ച് രക്ഷപ്പെട്ട ആ ജയന്റ് അല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ അത് ഞാൻ തന്നെ. എന്റെ പേര് സ്റ്റാറ്റ്സൺ എന്നാണ്. ഹജുറുദ്ദീൻ എന്നെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ കുടക്കീഴിലാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഫെയ്ത്ത് ആണ് നമ്മളെല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയെന്നാണ്. ലൂഫിയും ചിരിച്ചോട്ട് പറയുന്നുണ്ട്, എന്തായാലും അന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ലേ, അത് തന്നെ ഞങ്ങൾക്ക് മതി, അത് തന്നെ ഒരു സന്തോഷം എന്ന് പറയാൻ നേരത്തെ തന്നെ പെട്ടെന്ന് ഒരു ജയന്റ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനായിരുന്നു അവിടുത്തെ എൽഡർ. പുള്ളിക്കാരൻ ഇച്ചിരി വലിയ സൈസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിനും ബ്രോഗിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ 2 ഇരട്ടിയുണ്ട്. ഹീറോ ഓഫ് ജയന്റ്സ് എന്നാണ് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത്. ഇപ്പം ഈ ലോകത്ത് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജയന്റും കൂടിയാണ് ഇയാൾ. 408 വയസ്സാണ് ഈ ഒരു ജയന്റിനുള്ളത്. ലൂഫിയുടെ കണ്ണ് തള്ളി പുറത്തു വരുന്നുണ്ട് ഈ ജയന്റിനെ കാണാൻ നേരത്ത്. കാരണം ഈ ജയന്റിന്റെ തലയിൽ കൂടെ ഒരു സോഡ് കുത്തി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ലക്കി ആയിരുന്നു. ഈ ഹെൽമെറ്റ് ഉള്ള കാരണമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈ ഹെൽമെറ്റിന്റെ അകത്തൂടെ നേരെയാണ് കുത്തി ഇറങ്ങിയിരിക്കുന്നത്. സോ അങ്ങനെ ജയന്റ്സിന്റെ എൽഡറിനെയും കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ആഴ്ച ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അടുത്ത ആഴ്ച ഇറങ്ങേണ്ട ചാപ്റ്റർ ആയിരുന്നു, ലീക്കായിട്ട് ഇറങ്ങിയതാണ്. സോ എന്തായാലും ഇനി 2 ആഴ്ച കഴിയുമ്പോൾ കാണാം.